പൊന്നുമോളെ പോവല്ലേ മോനെ ഞാൻ എന്റെ കാല് പിടിച്ച ഈ കൊണ്ടോലിട്ട് ഞങ്ങൾ കുട്ടിയാണ്, ഞങ്ങൾക്ക് ആകെ ഒരു മോളുള്ളൂ. ആകെയുള്ള മോളാണ് മോനെ, നീ ഞങ്ങളെ ഉപദ്രവിക്കരുത്. നിനക്കില്ല മോനെ പെണ്ണന്മാരൊക്കെ പറഞ്ഞില്ലേ പ്ലീസ്. വാ മോളെ മോളെ ഇപ്പൊ ആരും അറിഞ്ഞിട്ടില്ല മോളെ. കല്യാണം കാലം പോയൊരു പോക്കാണിത്. ഒരുപാട് കാലം വളർത്തി ഉണ്ടാക്കിയ ഉപ്പ, നൊന്ത് പ്രസവിച്ച ഉമ്മ തന്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടിയിട്ട് ഒരു അന്യപുരുഷന്റെ, കാമുകൻ എന്ന് പറയുന്ന ഒരു അന്യപുരുഷന്റെ കാൽക്കൽ വീണ് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ആകെ ഒരു മോളെ ഉള്ളൂ, നീ അവളെ കൊണ്ടുപോകല്ലേ. മോളോട് പറയണം, മോളെ നീ പോവല്ലേ. നോക്കണം, 10-18 വയസ്സാകുമ്പോഴേക്കും അവര് ഇറങ്ങിപ്പോവാൻ തയ്യാറായിരിക്കുക. ആരാണോ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാതെ കുറച്ചു കാലത്ത് ചെറിയൊരു സ്നേഹബന്ധത്തിന്റെ പേരിൽ ഇതുപോലെ മാതാപിതാക്കളെ ഒഴിവാക്കി പോകുന്ന മക്കൾ അധികരിച്ചൊരു കാലഘട്ടത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. എന്താണെങ്കിലും വളരെ വ്യക്തമായിട്ട് പറയുന്നു, നമ്മുടെ ക്ലിനിക്കിൽ ഇതുപോലെ പോയ ഒരുപാട് കുട്ടികൾ വരാറുണ്ട്. പോയി കുറച്ച് കഴിയുമ്പോൾ, 1-2 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 1-2 ആഴ്ചകൾ കഴിഞ്ഞിട്ട് കൊണ്ടുപോയവനക്ക് വേണ്ട, ചില വീട്ടുകാർ വാശി കൂട്ടിയിട്ട് ആനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടിടാന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൺകുട്ടികളെ നിർബന്ധിച്ചിട്ട് ബ്രെയിൻ വാഷ് ചെയ്യാറുണ്ട്. ചില രക്ഷിതാക്കൾ അങ്ങനെയൊക്കെയാണ്, വാശിക്ക് കൂടെ നിൽക്കും. അവരെങ്ങനെ തരില്ലെങ്കിൽ ഇത് കൊണ്ടുവരേ, ഉമ്മ നോക്കിക്കോളാം ഉപ്പ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയിട്ട് പോലും 1-2 മാസം കഴിയുമ്പോൾ അവർക്ക് ഭാരമായിട്ട്, അല്ലെങ്കിൽ ഈ കുട്ടി കാര്യമായിട്ട് സ്വർണ്ണങ്ങളൊന്നും കൊടുന്നില്ല, ഈ വെറുതെ അവിടുന്ന് കുറ്റിയും പറിച്ചും കൂടെ പോകുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് ആ കുട്ടിയോട് പെരുമാറിയതിന്റെ പേരിൽ എത്രയോ കുട്ടികൾ ജീവൻ അവസാനിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിച്ച് രക്ഷപ്പെട്ട കുട്ടികൾ കൗൺസിലിങ്ങിന് വേണ്ടി വന്ന സമയത്ത് പറയാറുണ്ട്, സാറേ ഏറ്റവും വലിയ അബദ്ധമാണ് എൻ്റെ അടുത്ത് പറ്റിപ്പോയത്. അന്നത്തെ ആ ഒരു സമയത്ത് എന്തോ ഒരു പ്രത്യേക ടൈമിലായിരുന്നു ഞാൻ എൻ്റെ വാപ്പാനും ഉമ്മാനും പരിഗണിക്കാതെ ഇറങ്ങിപ്പോയി. ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റെ ഉപ്പ സങ്കടപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്, ഉമ്മ സങ്കടപ്പെട്ടുകൊണ്ട് നടക്കണം. പക്ഷെ എനിക്ക് അവരുടെ മുന്നിലോട്ട് പോകാൻ പറ്റണില്ല. എനിക്കാണെങ്കിൽ എൻ്റെ ആ കുടുംബത്തിൽ യാതൊരു സ്ഥാനവും ഇല്ല. എന്നെയും അവിടുന്ന് പുറത്താക്കി, അവനെയും പുറത്താക്കി. ഇങ്ങനെ എത്ര കുടുംബങ്ങളാണ്, അല്ലെങ്കിൽ എത്ര കുട്ടികളാണ് വഴിയാധാരമായിരിക്കുന്നതെന്ന് അറിയോ? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധയോടുകൂടി സ്നേഹം തന്ന് വേണ്ടതൊക്കെ വാങ്ങി തന്നിട്ട് നിങ്ങളെ പോറ്റി വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഉപ്പയും ഉമ്മയും ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ബന്ധത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അവർ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ജീവിക്കണം, നല്ല സന്തോഷമായിരിക്കണം, ഏറ്റവും നല്ല മാന്യമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിങ്ങൾ എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളെ പലപ്പോഴും വളർത്തുന്നത്. പിന്നെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ എതിർത്ത് നിൽക്കുന്നു എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാത്ത പലതും നിങ്ങളെ കൊണ്ടുപോകുന്ന ആ ചെറുക്കനെ കുറിച്ചിട്ട്, പയ്യനെ കുറിച്ചിട്ട് രക്ഷിതാക്കൾ അല്ലെങ്കിൽ കാരണവന്മാര് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് അതിന്റെ പിറകെ പോവേണ്ട, അത് നമുക്ക് ഒരിക്കലും പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യത്തിന്റെ പേരിൽ പല മക്കളും ഇറങ്ങി പുറപ്പെടുകയാണ്. പല ഹോർമോണിന്റെ ആ ഒരു ഭരണമാണ് അവിടെ നടക്കുന്നത്. അതൊന്നും സ്വയബോധത്തോട് കൂടിയിട്ടല്ല. അതൊക്കെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് പോയിട്ട് 1-2 ആഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തൊടലും പിടിക്കലൊക്കെ കഴിയുമ്പോഴേക്കും അതിന്റെ താല്പര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾ അധികപ്പറ്റാണ് ആ കുടുംബത്തിൽ. പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ അതിന്റെ പേരിൽ സ്വന്തം ജീവിതം പോലും അവസാനിപ്പിച്ചിട്ടുണ്ട്. എത്ര പറഞ്ഞാലും പെൺകുട്ടികൾക്ക് മനസ്സിലാവില്ല, എത്ര പറഞ്ഞാലും ആൺകുട്ടികൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായിട്ട് സ്നേഹത്തോടു കൂടി പറയുകയാണ്, നിങ്ങൾക്ക് ഈ തോന്നുന്ന ഈ ഒരു തിളപ്പുണ്ടല്ലോ, ഇതൊക്കെ വെറുതെയാണ്. ആ ഉമ്മയും ഉപ്പയും അവിടെ പറഞ്ഞ് കരയുന്ന, അല്ലെങ്കിൽ ആ ഉമ്മയും ഉപ്പയും സങ്കടപ്പെട്ടുകൊണ്ട് അന്യൊരു പുരുഷന്റെ കാല് പിടിക്കാൻ തയ്യാറായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ മോനെ എൻ്റെ മകളെ കൊണ്ടുപോവല്ലേ എന്ന് പറഞ്ഞിട്ട് എവിടേക്ക് എടുക്കുന്ന ഒരു മനുഷ്യന്റെ, ഒരു ആണവത്തിന്റെ കാല് ഇത്ര കാലം നോക്കി വളർത്തിയ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും പിടിക്കുന്നുവെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ടെത്തിച്ചിട്ട് ആ മാതാപിതാക്കളുടെ കണ്ണീര് വീഴ്ത്തിയിട്ട് നിങ്ങൾക്ക് ഒന്നും ഇവിടെ നേടാനില്ല എന്ന് ഉറപ്പിച്ചോളൂ. അപ്പൊ ഇപ്പൊ ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ, അല്ലെങ്കിൽ എന്റെ ഈ വോയിസ് കേൾക്കുമ്പോൾ പലരും ചോദിക്കും, ഓരോരുത്തർ ഇഷ്ടപ്പെട്ട കാര്യങ്ങളല്ലേ അങ്ങനെ നടത്തി കൊടുത്തൂടെ എന്നുള്ളത്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത് രക്ഷിതാക്കൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഇഷ്ടപ്പെടുന്ന സമയത്ത് പ്രണയത്തിന് കണ്ണില്ല, മൂക്കില്ല, ചെവിയില്ല എന്ന് പറയുന്നത് പോലെ യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത, അല്ലെങ്കിൽ നാട്ടിൽ യാതൊരു സ്ഥാനവും ഇല്ല, ഒരു പണിക്കും പോകില്ല, സ്വന്തമായിട്ടൊരു കുടുംബം നോക്കാൻ പറ്റാതെ അലവലാതിയായിട്ട്, അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾക്ക് പിറകെ നടക്കുന്ന ആണാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് പല രക്ഷിതാക്കളും അതിനെ എതിർക്കുന്നത്. അതല്ലാതെ തന്റെ മകൾ നല്ലൊരുത്തന്റെ കയ്യിലാണ് ഭദ്രമായിട്ട് ഏൽപ്പിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവൾ തെരഞ്ഞു പിടിച്ച പയ്യൻ നല്ലൊരു പയ്യനാണെന്ന് ബോധം ഒരു രക്ഷിതാവിനുണ്ട് എങ്കിൽ ഒരിക്കലും ഒരു രക്ഷിതാവ് ആ കാര്യങ്ങളൊന്നും എതിർക്കില്ല. എന്നാൽ തറവാടിന്റെ പേരിലും
അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഉയർച്ച കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് അഹങ്കാരം കൊണ്ട് ചില രക്ഷിതാക്കൾ സ്വന്തം മക്കളെ നല്ല കാര്യങ്ങളിലേക്ക് പറഞ്ഞേക്കാതെ എതിർക്കുന്നവരുണ്ട്. എന്നിട്ട് വലിയ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയുള്ള കുടുംബങ്ങൾ നോക്കിയിട്ടും തറവാട് നോക്കിയിട്ടും ബിസിനസ് നോക്കിയിട്ടും കെട്ടിച്ചയച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം ഭാര്യയ്ക്ക് യാതൊരു സ്ഥാനവും കൊടുക്കാതെ കറങ്ങി നടക്കുന്ന എത്രയോ ബിസിനസ്മാൻമാരുണ്ട്. അതിന്റെ പേരിൽ മക്കൾ കണ്ണീര് പിടിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതാ രക്ഷിതാക്കളുടെ അഹങ്കാരം, അത്രേ പറയുള്ളൂ. അതിനാ പാവം കുട്ടി ബലിയാടായി. അതല്ലാതെ ഇതുപോലെ നല്ല സ്നേഹത്തോട് വളർത്തിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അതൊരു മനുഷ്യപ്പറ്റുള്ള പയ്യനായാൽ മതി, വേറൊന്നും ഞങ്ങൾ നോക്കുന്നില്ല എന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ട്. ആ രക്ഷിതാക്കൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയബന്ധങ്ങൾക്ക് എതിര് നിൽക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതിന്റെ പേരിലാണ്. ഒരു ചെറിയ പനി പിടിക്കുമ്പോഴേക്കും മനസ്സ് വേദനിക്കുന്ന രക്ഷിതാക്കളാണ്. ആ രക്ഷിതാക്കളെ ഇട്ടെറിഞ്ഞുകൊണ്ട് നിങ്ങൾ എവിടുന്നോ പരിചയപ്പെട്ട ഒരുത്തന്റെ പിറകെ പോകുമ്പോൾ, പ്രിയപ്പെട്ട എന്റെ സഹോദരിമാരെ, ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവനാണ് നശിക്കുന്നത്, നിങ്ങളുടെ ജീവിതമാണ് പോകുന്നത്. നിങ്ങൾ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു വലിയ കയത്തിലേക്ക് അല്ലെങ്കിൽ വലിയ ചതിയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കണം. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അത്രയും സങ്കടത്തോട് കൂടിയിട്ടാണ് ആ ഉപ്പ പറയുന്നത്, എനിക്ക് ആകെ ഒരു മോളുള്ളതാണ്, നീ കൊണ്ടുപോകല്ലേ, എനിക്ക് ആകെ ഒരു മോളുള്ളൂ, നീ കൊണ്ടുപോകല്ലേ, അവിടെ ഞങ്ങൾക്ക് കൊണ്ട. അതിന്റെ അപ്പുറം മോളോട് പറയുന്നത്, മോളേക്ക് വായോ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വേണമെങ്കിൽ ഇത് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട പോലെ ചെയ്യാം. അതിനൊന്നും ചെവി കൊടുക്കാതെ ആ പയ്യന്റെ കയ്യും പിടിച്ചിട്ട് ഈ നൃത്തം നിൽക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത് വലിയൊരു പരീക്ഷണമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുമ്പോഴാണ് ഒരു ഉപ്പയുടെ ഉമ്മയുടെ മനസ്സെന്താണെന്ന് മനസ്സിലാവുക. അപ്പോഴേക്കും ജീവിതം കൈവിട്ടു പോയിട്ടുണ്ടായിരിക്കും. എല്ലാവരും ഓരോരുത്തരും വിതക്കുന്നത് ഓരോരുത്തരും കൊയ്തെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് ചരിത്രം, അല്ലെങ്കിൽ അങ്ങനെയാണ് പ്രകൃതി എന്ന് മനസ്സിലാക്കുക. ചെറിയൊരു തിരിച്ചറിവോടുകൂടി വൈകല്യങ്ങളൊക്കെ മാറ്റി നിർത്തുന്ന ഒരു ജീവിതം അല്ലെങ്കിൽ സ്വഭാവം നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും ഭാവി മക്കൾക്കും ഒക്കെ ഉപകരിക്കും. അതല്ല എങ്കിൽ അങ്ങനെ നമ്മൾ മൊത്തം കയ്യിൽ നിന്ന് പോയിട്ടുള്ള ജീവിതമായിരിക്കും എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്താണെങ്കിലും മാതാപിതാക്കളെ കണ്ണീരിലാക്കാതിരിക്കുക. മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. പിന്നെ അതിനെതിരായി നിൽക്കുന്ന മക്കളുടെ ഭാവി നോക്കാതെ പോലെ ഞാൻ പറഞ്ഞില്ലേ, ആഡംബരവും അഹങ്കാരം കൊണ്ട് ജീവിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. അതനുഭവിക്കുന്നത് അനുഭവിക്കട്ടെ. പക്ഷേ 90% മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. ആ മക്കളെ മറന്നിട്ട് അവർക്ക് ജീവിതമല്ല. പക്ഷേ മക്കളാകുന്ന നിങ്ങൾ ആ മാതാപിതാക്കളെ മറന്നുകൊണ്ട് സങ്കടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ എവിടെ പോയാലും രക്ഷപ്പെടൂല എന്ന് മനസ്സിലാക്കുക. കാരണം മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ദൈവത്തിന്റെ തൃപ്തി. മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത മക്കൾക്ക് ഈ ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന ദൈവത്തിന്റെ ഒരു കാരുണ്യമോ അല്ലെങ്കിൽ ഒരു വിജയമോ നൽകാൻ കഴിയില്ല, നിങ്ങൾക്ക് സ്വീകരിക്കാനും കഴിയില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും.